ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു അടിപൊളി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നാരുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് 1 സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് കേട്ടോ, ഓറഞ്ച് ജ്യൂസിന് നല്ല കയ്പ്പാണ്, 5 മിനിറ്റ് കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ. അത് ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു കയ്പ്പ്. അതുപോലെ തന്നെ അതിൻ്റെ സീഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് കൊണ്ടാണ് ആ ഓറഞ്ച് ജ്യൂസിന് കയ്പ്പ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ നിങ്ങൾ, ഇതിൻ്റെ സീഡ് വന്നിട്ട് 1 സെക്കൻഡ് മാത്രം ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡായിട്ടുണ്ടാവില്ല സീഡ്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സീഡ് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് എത്ര നേരം വെച്ച് കുടിച്ചാലും ഇത് കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ചിലർ പറയും ഓറഞ്ച് ജ്യൂസ് നല്ല കയ്പ്പാണെന്ന്. അല്ല കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കയ്പ്പില്ലാതെ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ഒരു കണ്ടെയ്നറിലോട്ട് ഞാനിതിനെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് ഇനി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.